സ്പീക്ക് ഹിന്ദി വിത്ത് ബ്രൈം എന്ന സ്പോക്കൻ ഹിന്ദി ക്ലാസ് സീരീസിലെ 43ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും स्वागतम। स्पीक हिंदी विद ब्रांड नाम के स्पोकन हिंदी क्लास सीरीज के 43वें क्लास में ब्लॉग का एक बार भी स्वागत है। अस्सलाम वालेकुम, नमस्कार। कैसे आप लोग? मैं तो ठीक हूँ, मेरा उम्मीद है ब्लॉग भी ठीक होंगे। അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അതേ തുടർച്ച തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ് നമ്മൾ പറഞ്ഞിരുന്നു ഇന്നത്തെ ക്ലാസ് നമുക്ക് സംശയങ്ങൾക്കുള്ള മറുപടി ആകാമെന്ന് പറഞ്ഞു. കുറച്ച് ആളുകൾ മെസ്സേജിലൂടെ പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു മറുപടി, അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഇന്ന് 43ാമത്തെ ക്ലാസ്സിൽ 42 43ാമത്തെ ക്ലാസ്സിലോ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നമുക്ക് അതിന് ഒരു ഉത്തരം അല്ലെങ്കിൽ മറുപടി പറയാമെന്ന് ഞാൻ മെസ്സേജിൽ എഴുതി വിട്ടിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ സംശയം അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ചെറിയ സംശയങ്ങളാണ്, പക്ഷേ അതിനെ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അത് കുറച്ച് തന്നെ ആവശ്യമാണ് എനിക്ക് തോന്നുന്നു. അതായത് ഒരു കുറഞ്ഞ സമയം മാത്രമാണ്, ചെറിയൊരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ച 2 വാക്കുകൾ ഒന്ന് പൂർത്തീകരിക്കുക, അത്ര മാത്രമേ ഈ ക്ലാസ് ചെയ്യുന്നുള്ളൂ. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ക്ലാസ് പൂർത്തിയാക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞിരുന്നു 2-3 വാക്കുകൾ, അതായത് മാനന, അതുപോലെ തന്നെ അതേപോലെ ഒരു തോന്നിപ്പിക്കുന്ന ഒരു വാക്കാണ് മാന, അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് മനാന. മാന എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അതായത് അംഗീകരിക്കുക, സ്വീകരിക്കുക, യോജിക്കുക എന്നുള്ള ഈ അർത്ഥങ്ങളൊക്കെയാണ് മാന എന്നുള്ളത്. മേ ആപ്കോ മാനത്താ ഹൂം നമ്മൾ പഠിച്ചാണ്. മേ ആപ്കോ മാനത്താ ഹൂം, ഞാൻ താങ്കളെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കുന്നു, ഞാൻ താങ്കൾ പറയുന്നത് അനുസരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. മേ ആപ്കോ മാനത്താ ഹൂം, ഞാൻ താങ്കളെ അംഗീകരിക്കുന്നു. അതിന് മറ്റു പല, നമ്മൾ മാന എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ് പഠിക്കുന്ന രീതിയാണ് വെക്കുന്നത്, പല രീതിയിൽ ഉപയോഗിക്കാം. മുജെ ആപ്കോ സഹമത് ഹൂം എന്ന് പറയാം. മുജെ ആപ്സെ സഹമത് ഹൂം, മുജെ എനിക്ക്, ആപ്സെ താങ്കളോട്, സഹമത് ഹൂം യോജിപ്പാണ്. സഹമത്ത് എന്ന് പറഞ്ഞാൽ യോജിപ്പ്. മേ ആപ്സെ സഹമത് ഹൂം, ഞാൻ താങ്കളോട് യോജിക്കുന്നു, താങ്കളെ അംഗീകരിക്കുന്നു എന്നുള്ള ആ രീതിയിലൊക്കെ പറയാം. മേ ആപ്കോ മാനത്താ ഹൂം, അല്ലെങ്കിൽ മേ ആപ്സെ സഹമത് ഹൂം. സഹമത്ത് എന്ന് പറഞ്ഞാൽ യോജിക്കുക, അംഗീകരിക്കുക, അഗ്രി എന്നുള്ള അർത്ഥമാണ്. അതുപോലെ തന്നെ മാന എന്നുള്ള നമ്മൾ പഠിച്ചതാണ്. അപ്പോ മാന ക്യാ ഹെ, താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? മേരാ മാന ഹക്കി, ഞാൻ വിചാരിക്കുന്നത്, മേരാ മാന ഹക്കി ഞാൻ വിചാരിക്കുന്നത്, ഈ ചുനാവ് മേ, ഈ തെരഞ്ഞെടുപ്പിൽ കിസി ഏക് പാർട്ടിക്കോ, ഒരു പാർട്ടിക്കും, കിസി ഏക് പാർട്ടിക്കോ, ഒരു പാർട്ടിക്കും പൂർണ്ണ ബഹുമത് നെയ് മിൽ ജായേഗ, പൂർണ്ണ ബഹുമത് നെയ് മിൽ ജായേഗ, അത് കേവല ഭൂരിപക്ഷം കിട്ടുകയില്ല. ഞാൻ വിചാരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം കിട്ടുകയില്ല, അല്ലെങ്കിൽ പൂർണ്ണ ഭൂരിപക്ഷം കിട്ടുകയില്ല. ഞാൻ വിചാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് പറയുമ്പോൾ മേരാ മാനന ഹൈ കി ഇസ് ചുനാവ് മേ കിസി ഏക് പാർട്ടിക്കോ, കിസി ഏക് ദൾ കോ, ദൾ എന്ന് പറഞ്ഞാൽ പാർട്ടിയാണ്, അല്ലെങ്കിൽ കിസി ഏക് പാർട്ടിക്കോ പൂർണ്ണ ബഹുമത് നഹി മിൽ ജായേഗ, കേവല ഭൂരിപക്ഷം, പൂർണ്ണ ബഹുമത് അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം നഹി മിൽ ജായേഗ കിട്ടുകയില്ല, അല്ലെങ്കിൽ പൂർണ്ണ ബഹുമത് മിൽനെ കി സംഭാവന ബിൽക്കുൽ കം ഹേ, പൂർണ്ണ ബഹുമത് मिलने की संभावना बिल्कुल कम है, കേവല ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത. സംഭാവന എന്ന് പറഞ്ഞാൽ സാധ്യത, ലൈക്ലി ടു എന്നുള്ള അർത്ഥമല്ല, ലൈക്ലി ടു. അതാ പൂർണ്ണ ബഹുമത് മിൽ ജാനെ കി സംഭാവന ബിൽക്കുൽ കം ഹേ, അല്ലെങ്കിൽ ബഹുത് കം ഹേ, വളരെ കുറവാണ്, ബിൽക്കുൽ കം ഹേ തീരെയില്ല, തീരെ കുറവാണ്, ബിൽക്കുൽ നെയ് എന്ന തീരെയില്ല, ബിൽക്കുൽ കം ഹേ തീരെ കുറവാണ്, ബഹുത് കം ഹേ വളരെ കുറവാണ്. ആ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ मेरा मानना है कि इस चुनाव में किसी एक पार्टी को पूर्ण बहुमत मिल जाने की संभावना, അല്ലെങ്കിൽ मिलने की संभावना बहुत कम है, അല്ലെങ്കിൽ बिल्कुल कम है, അല്ലെങ്കിൽ बिल्कुल नहीं है, അല്ലെങ്കിൽ मेरा मानना है कि इस चुनाव के बाद, मेरा मानना है कि ഞാൻ വിചാരിക്കുന്നത് इस चुनाव के बाद, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രത്തിൽ किसी एक പാർട്ടി, ഒരു പാർട്ടിയും एक मजबूत सरकार, मजबूत है ना स्ट्रॉन्ग सरकार नहीं बनेगा, അല്ലെങ്കിൽ बनने की संभावना बिल्कुल कम है, बिल्कुल नहीं है. അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പാർട്ടിയും കേന്ദ്രത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള, ബനാന എന്നാണ് ഫോം ചെയ്യുക എന്നുള്ളത്, बनने की संभावന സാധ്യത बिल्कुल कम है വളരെ കുറവാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, മേരാ സോച്ചിയേക്ക്, ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ ചിന്ത ഇങ്ങനെയാണ്. മേരാ സോച്ചിയേക്ക്, ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നത്, ഇസ് ചുനാവ് മേ, ഈ തെരഞ്ഞെടുപ്പിൽ കിസി ഏക് പാർട്ടിക്കോ, അല്ലെങ്കിൽ കിസി ഏക് ദൾ കോ പൂർണ്ണ ബഹുമത് നഹി മിൽ ജായേഗ, അല്ലെങ്കിൽ മിൽനെ കി സംഭാവന ബഹുത് കം ഹേ, പൂർണ്ണ ബഹുമതി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും
കേവല ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. മേരാ സോച്ചിയേക്ക് അങ്ങനെയും പറയാം. അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് ചിന്ത. സോച്ച് എന്നുള്ള സാധനം ചിന്ത. ചിന്ത എന്ന് പറയുമ്പോൾ ആശങ്ക എന്നുള്ളതാണ്. ചിന്ത എന്തിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുകയല്ല, ആശങ്ക എന്നുള്ള ആ മീനിങ്ങിലാണ് ചിന്ത എന്ന് പറയുന്നത്. അബ്ക ചിന്ത ക്യാ ഹെ, അബ്ക ചിന്ത ക്യാ ഹെ, താങ്കളുടെ ആശങ്ക എന്താണ്? मेरा चिंता ये है कि ये बारिश पूरा दिन रात ऐसा होता तो ये बारिश पूरा दिन रात ऐसा होता तो ഈ മഴ ഇങ്ങനെ രാവും പകലും മുഴുവൻ പെയ്താൽ മേരെ അലാക്കാക്കെ അലാക്ക എന്നാൽ പ്രദേശം, അല്ലെങ്കിൽ മേരെ ഓർക്കെ എൻ്റെ ഭാഗത്തുള്ള, മേരെ അലാക്കാക്കെ എൻ്റെ ആ പ്രദേശത്തുള്ള സാരാഗറവും മുഴുവൻ വീടുകളും, സാരാഗർ എന്ന് പറഞ്ഞ വീട്, ഗറോം എന്ന് പറഞ്ഞ വീട്, സാരാഗറവും പാനിമേ ബഹ് ജായക വെള്ളത്തിൽ ഒലിച്ചു പോകും, അല്ലെങ്കിൽ പാനിമേ ഡൂബ് ജായക വെള്ളത്തിൽ മുങ്ങിപ്പോവും, പാനിമേ ഡൂബ് ജായക വെള്ളത്തിൽ മുങ്ങിപ്പോവും. പാനിമേ ഡൂബ് ജായക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങിപ്പോവുക, ഡൂബിനെന്ന് പറഞ്ഞാൽ മുങ്ങുക, പാനിമേ ഡൂബ് ജായക വെള്ളത്തിൽ മുങ്ങിപ്പോവും, അല്ലെങ്കിൽ പാനിക്ക് സാത്ത് ബഹ് ജായക, പാനിമേ ബഹ് ജായക വെള്ളത്തിൽ ഒഴുകിപ്പോവും, പാനിക്ക് സാത്ത് ബഹ് ജായക വെള്ളത്തിനൊപ്പം, പാനിക്ക് സാത്ത് बह जाएगा ഒഴുകി പോകും. അതാണ് वो है मेरा चिंता ये है कि ये बारिश ऐसा पूरा दिन रात होता तो मेरे इलाका के सारे घरों पानी में डूब जाएगा, അല്ലെങ്കിൽ पानी के साथ बह जाएगा. എൻ്റെ ചിന്ത ഇതാണ്. ऐसा बारिश होता तो ഇങ്ങനെ മഴ പെയ്യുകയാണ് പൂരി दिन रात രാവും പാലും മുഴുവൻ രാവും പാലായ രാത്രിയും പകലും മുഴുവൻ ഐസാ ബാരിഷ് ഹോത്താത്ത ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ അഗർ എന്ന് കൂട്ടാതെ പറയാം. അഗർ പൂരാ ദിൻ രാത് ഐസാ ബാരിഷ് ഹോത്താത്തോ ഈ അങ്ങനെ എൻ്റെ ഈ മഴ രാവും പകലും പെയ്യുകയാണെങ്കിൽ മേരെ ഇലാഖക്കെ എൻ്റെ നാട്ടിലുള്ള സാരേ ഘറോം മുഴുവൻ വീടുകളും പാനിമേ ബഹ് ജായക, അല്ലെങ്കിൽ പാനിമേ ഡൂബ് ജായക, അല്ലെങ്കിൽ പാനിക്ക് സാത്ത് ബഹ് ജായക വെള്ളത്തിൽ, പാനിക്ക് സാത്ത് വെള്ളത്തിൻ്റെ ഒപ്പം, ബഹ് ജായക ഒഴുകിപ്പോവും, അല്ലെങ്കിൽ പാനിമേ ഡൂബ് ജായക, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ മറ്റൊരു വാക്കാണ് നമ്മൾ പഠിച്ചത് മാന എന്നുള്ളത്, മറ്റൊരു വാക്ക്. അതിനോട് മാന എന്നുള്ളതിൻ്റെ അതേ യോജിപ്പിച്ചുള്ള മറ്റൊരു വാക്കാണ്, അതേ ഒരു ശബ്ദമുള്ള വാക്കാണ്, അതേ ഒരു നമുക്ക് തോന്നിപ്പോകും അതേ വാക്കാണോ എന്നുള്ളത്. അത് പറയാം മാന. മാന എന്ന് പറഞ്ഞാൽ വിരോധിക്കുക എന്നുള്ളതാണ്. മാന ഹേ വിരോധിച്ചിട്ടുണ്ട്. ക്ഷേത്രമേ ഈ ഭാഗത്ത്, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭാഗം, ഏരിയ എന്നുള്ളതാണ്, അറൗണ്ട് ഏരിയ എന്നുള്ളതാണ് ക്ഷേത്രം എന്നുള്ള അർത്ഥം. അപ്പോൾ ഈ ക്ഷേത്രമേ ഈ ഭാഗത്ത് ഷറാബ് എന്ന് പറഞ്ഞാൽ മദ്യം, ഈ ക്ഷേത്രമേ ഷറാബ് മാനാക്കിയാഹെ വിരോധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ക്ഷേത്രമേ ഈ മേഖലയിൽ ഈ ഭാഗത്ത് ധൂമ്രപാൻ എന്ന് പറഞ്ഞാൽ പുകവലി, ധൂമ്രപാൻ മാനാക്കിയാഹെ. ഷറാബ് എന്ന് പറഞ്ഞാൽ മദ്യം അതിന് ഷറാബ് എന്നുള്ളതിന് മറ്റു പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. കൂടെ ഉപയോഗിക്കുന്ന വാക്കാണ് ഷറാബ് അല്ലെങ്കിൽ ദാറു. മേരാ പതി ദാറു പീതാ ये मेरा मुश्किल, आपका मुश्किल क्या है ചോദിക്കുന്നത്. ലേഡി ആരെയും ചോദിക്കുക आपका मुश्किल क्या है? मेरा मुश्किल है मेरा पति रोज दारू पीता है, ഡെയിലി എന്നും ദാറു പീത്ത ഹെ, അതായത് മദ്യം കഴിക്കുകയാണ്, കള്ള് കുടിക്കുകയാണെന്നുള്ളത്. ദാറു പീ എന്ന് പറഞ്ഞാൽ മദ്യം കഴിക്കുക, കള്ള് കുടിക്കുക. അപ്പോൾ ഷറാബ് എന്ന് പറഞ്ഞാലും ദാറു എന്ന് പറഞ്ഞാലും മദ്യം എന്നാണ് അർത്ഥം, കള്ള്. അപ്പോൾ ഈ ക്ഷേത്രമേ ഈ മേഖല, ക്ഷേത്രം എന്ന് പറഞ്ഞ മേഖല, ഈ ക്ഷേത്രമേ ഈ ഏരിയയിൽ ദാറു പീന അല്ലെങ്കിൽ ദാറു ഉപയോഗ മനാ കിയാ ഹെ. ദാറു ഉപയോഗ പീന എന്നൊന്നും ഉപയോഗിക്കണം. ദാറു എന്നാൽ കള്ള്, മനാ കിയാ ഹെ വിരോധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഷറാബ് മനാ കിയാ ഹെ കള്ള് വിരോധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ധൂമ്രപാൻ പുകവലി മനാ കിയാ ഹെ വിരോധിച്ചിരിക്കുന്നു. മാന എന്നുള്ളതിന് മറ്റു പല വാക്കുകളും ഉപയോഗിക്കാറുണ്ട്. പ്രബന്ധ് എന്ന് പറയും. ഈ ക്ഷേത്രമേ ധൂമ്രപാൻ പ്രബന്ധ് ഹെ, ഈ ക്ഷേത്രമേ ഈ മേഖലയിൽ ധൂമ്രപാൻ പുകവലി പ്രബന്ധ് ഹെ വിരോധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വിരോധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർജിത് എന്ന് പറയുന്നത്. ഈ ക്ഷേത്രമേ ധൂമ്രപാൻ വർജിത് ഹെ, ഈ മേഖലയിൽ പുകവലി വർജിത് ഹെ നിരോധിച്ചിരിക്കുന്നു. വിരോധ് കിയാ ഹെ, അല്ലെങ്കിൽ വർജിത് കിയാ ഹെ, അല്ലെങ്കിൽ പ്രബന്ധ് കിയാ ഹെ, അല്ലെങ്കിൽ മാനാ കിയാ ഹെ, ഈ രീതിയിലൊക്കെ പറയാറുണ്ട്. നിരോധിച്ചിരിക്കുന്നു, മാനാ കിയാ ഹെ നിരോധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അതിനോട് നമുക്ക് യോജിച്ച് തോന്നുന്ന മറ്റൊരു വാക്കാണ് മനാന എന്നുള്ളത്. മനാന എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുക എന്നുള്ള അർത്ഥം.
കൊണ്ടാടുക ആഘോഷിക്കുക സെലിബ്രേറ്റ് എന്നുള്ളതിലാണ് മനാന കൊണ്ടാടുക കേരള में ഓണം त्योहार मनाया जाता है കേരളത്തിൽ ഓണം ത്യോഹാർ ഓണം എന്ന് പറഞ്ഞാൽ ഓണം ത്യോഹാർ എന്ന് പറഞ്ഞാൽ ഉത്സവം എന്നുള്ളതാണ് ത്യോഹാർ എന്ന് പറഞ്ഞാൽ ഉത്സവം അല്ലെങ്കിൽ ഉത്സവ് എന്നും പറയും ഉത്സവം എന്നും ഉപയോഗിക്കാറുണ്ട് ത്യോഹാർ എന്നും ഉപയോഗിക്കാറുണ്ട് കേരളത്തിൽ ഹർ സാൽ എല്ലാ വർഷവും ഓണം മനായ ജാത്ത ഹെ ആഘോഷിക്കാറുണ്ട് അങ്ങനെ പറയണ്ടേ ഹർ ഡിസംബർ എല്ലാ ഡിസംബറിലും അല്ല ഡിസംബർ എന്നല്ല സിതംബർ എന്നാണ് ഇന്ത്യയിൽ പറയുന്നത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കണമെന്നില്ല ഡിസംബർ എന്നല്ല സിതംബർ എന്ന് പറയും അപ്പോൾ ഹർ ഡിസംബർ എല്ലാ ഡിസംബറിലും ക്രിസ്മസ് മനായ ജാത്ത ഹെ എല്ലാ ഡിസംബറിലും ക്രിസ്മസ് മനായ ജാത്ത എല്ലാ ഡിസംബറിലും ക്രിസ്മസ് മനായ ജാത്ത ഹെ ആഘോഷിക്കുന്നു അങ്ങനെ പറയും മനായ ജാത്ത ഹെ ആഘോഷിക്കുന്നു അല്ലെങ്കിൽ ആഘോഷിക്കാറുണ്ട് എന്നുള്ള അർത്ഥത്തിൽ അതുപോലെ തന്നെ പൂരെ സംസാർക്ക് മുസ്ലിം ലോക ഈദ് മനായ ജാത്ത ഹെ ഈദ് ആഘോഷിക്കുന്നു മനായ ജാത്ത ഹെ മനാന ആഘോഷിക്കുക മനായ ജാത്ത ഹെ ആഘോഷിക്കുന്നു ആഘോഷിക്കപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലാണ് മനാന എന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു ഹോത്താഹ എന്നുള്ള ആ ഒരു കാര്യം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒരു ചെറിയ ഹോത്താഹ എന്നുള്ള ഒരു സിംഗിൾ വേർഡാണെങ്കിലും അതൊരു ചെറിയ വേർഡല്ല അതൊരു വലിയ ഒരു വേർഡാണ് അതായത് അത് ഒരു വേർഡ് വന്ന് ഉദാഹരണത്തിന് ബി എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ ഉപയോഗിക്കുന്നു ബി ഈസി ഇസാമാറ് വാസുവാറ് അങ്ങനെയുള്ള ബി അതിൻ്റെ എല്ലാം മൂല ബിന്ദുവായിട്ട് ബി ആണ് വരുന്നത് അതുപോലെയാണ് ഹോത്താഹ എന്നുള്ള ഒരു സംഭവം ഹോന എന്നുള്ളതിൽ നിന്നാണ് ഹോത്താഹെ ഹേ ഹോ ഹൈ ഹോം എന്നൊക്കെ വരുന്നത് അപ്പോൾ അത് നമ്മൾ വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ ചേർത്ത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ സമയം आसान തോന്നുന്നു मुझे लगता है कि आज का क्लास का टाइम इधर खत्म हो गया अगर मौका मिलेगा तो अगले क्लास में फिर भी मिलेंगे तब तक धन्यवाद शुक्रिया खुदा हाफिज